നിങ്ങളുടെ കുഞ്ഞു രാത്രിയിൽ നിർത്താതെ കരയാറുണ്ടോ? എത്ര പാല് കൊടുത്തിട്ടും താരാട്ട് പാടിയിട്ടും കുഞ്ഞു ഉറങ്ങുന്നില്ലേ? എന്നാൽ ഫാൻ ഇടുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോഴോ കുഞ്ഞു പെട്ടെന്ന് ശാന്തനാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെയാണ് വൈറ്റ് നോയിസ് എന്ന് വിളിക്കുന്നത്. ഗർഭപാത്രത്തിനുള്ളിൽ കുഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം പുറം ലോകത്ത് അവർക്ക് എങ്ങനെ സമാധാനം നൽകുന്നു? ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത് കുഞ്ഞിൻ്റെ കേൾവിശക്തിയെ ബാധിക്കുമോ? ഒരു നേഴ്സ് എന്ന നിലയിൽ വൈറ്റ് നോയ്സിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ വൈറ്റ് നോയ്സ്, മാന്ത്രിക ശബ്ദം, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നിങ്ങൾ പാല് കൊടുത്ത് ഡയപ്പർ മാറ്റി കുഞ്ഞിനെ തോളിലിട്ട് തട്ടി, എന്നിട്ടും കുഞ്ഞ് നിർത്താതെ കരയുകയാണോ? ഈ സമയത്ത് ഒരു ഫാൻ ഇടുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോഴോ കുഞ്ഞ് പെട്ടെന്ന് ശാന്തനാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെയാണ് നമ്മൾ വൈറ്റ് നോയിസ് എന്ന് വിളിക്കുന്നത്. ഇത് വെറുമൊരു ശബ്ദമല്ല, കുഞ്ഞു ഗർഭപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുരക്ഷാ കവചമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ മാന്ത്രിക ശബ്ദത്തെക്കുറിച്ചാണ്. ഒരു നേഴ്സ് എന്ന നിലയിൽ കുഞ്ഞിനെ കരച്ചിൽ മാറ്റി എങ്ങനെ എളുപ്പത്തിൽ ഉറക്കാം എന്ന് നമുക്ക് സംസാരിക്കാം. എന്താണ് വൈറ്റ് നോയിസ്? പലരും വിചാരിക്കുന്നത് ഗർഭപാത്രത്തിനുള്ളിൽ വലിയ നിശബ്ദതയാണെന്നാണ്. എന്നാൽ അതല്ല സത്യം. അമ്മയുടെ വയറിനുള്ളിൽ ഇരിക്കുമ്പോൾ കുഞ്ഞ് എപ്പോഴും വലിയ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അമ്മയുടെ ഹൃദയമിടിപ്പ്, രക്തം ഓടുന്ന ശബ്ദം, ദഹന പ്രക്രിയയുടെ ശബ്ദം, ഇതെല്ലാം കൂടി ഏകദേശം ഒരു വാക്യൂം ക്ലീനർ ഓണാക്കി വെച്ചാലുള്ള അത്രയും ശബ്ദം, അതായത് 80 മുതൽ 90 വരെയുള്ള ഡെസിബൽ അവിടെയുണ്ട്. ജനിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഒരു നിശബ്ദമായ മുറിയിലെത്തുമ്പോൾ കുഞ്ഞിന് പേടി തോന്നും. അപ്പോൾ നമ്മൾ ആ വൈറ്റ് നോയിസ് കേൾപ്പിക്കുമ്പോൾ അവർ വീണ്ടും സുരക്ഷിതമായ ആ പഴയ സ്ഥലത്ത് എത്തിയ പോലെ അവർക്ക് തോന്നും. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ശാന്തരാകുന്നത്. എന്തൊക്കെ ശബ്ദങ്ങൾ ഉപയോഗിക്കാം? നമ്മുടെ വീട്ടിൽ തന്നെ അതിനുള്ള വഴികളുണ്ട്. മഴ പെയ്യുന്ന ശബ്ദം, കാറ്റ് വീശുന്നത്, കടൽ തിരമാലകളുടെ ശബ്ദം, ഇതൊക്കെ കുഞ്ഞിന് വലിയ ഇഷ്ടമാണ്. വീട്ടിലെ ഫാൻ, എയർ കണ്ടീഷണർ എന്നിവയുടെ ഒരേപോലെയുള്ള ശബ്ദവും കുഞ്ഞിനെ ഉറക്കാൻ സഹായിക്കും. ഇനി ഇതൊന്നുമല്ലെങ്കിൽ മൊബൈലിൽ ബേബി സ്ലീപ്പ് സൗണ്ട്സ് എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് ആപ്പുകൾ കിട്ടും. അതിൽ മഴയുടെയോ വെള്ളച്ചാട്ടത്തിൻ്റെയോ ശബ്ദം പ്ലേ ചെയ്യാം. പക്ഷേ ഇതുപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിക്കേണ്ട സുരക്ഷാ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വൈറ്റ് നോയ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം. ആദ്യത്തേത് അകലമാണ്. ഉപകരണം ഒരിക്കലും കുഞ്ഞിൻ്റെ തലയിൽ വെക്കരുത്. കുറഞ്ഞത് 7 അടി ദൂരെയെങ്കിലും വെക്കണം. രണ്ടാമത്തേതായി ശബ്ദമാണ്. വല്ലാതെ ഉച്ചത്തിൽ വെക്കരുത്. ഇത് നമ്മൾ കുളിക്കുമ്പോൾ ഷവർ തുറന്നു വിട്ടാലുള്ള ആ പാകത്തിന് മാത്രം മതി. അടുത്തതായി സമയമാണ്. കുഞ്ഞ് ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ശബ്ദം പതുക്കെ ഓഫ് ചെയ്യണം. 24 മണിക്കൂറും ഇത് കേൾപ്പിക്കരുത്. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഫോണിലാണ് ശബ്ദം കേൾപ്പിക്കുന്നതെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഇട്ട ശേഷം മാത്രം കുഞ്ഞിൻ്റെ അടുത്ത് വയ്ക്കുക. റേഡിയേഷൻ ഒഴിവാക്കാൻ ഇത് നിർബന്ധമാണ്. ശീലമാക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എല്ലാ സമയത്തും ഇത് നിർബന്ധമാക്കരുത്. കുഞ്ഞ് സ്വാഭാവികമായും ഉറങ്ങാനും പഠിക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ഫോണോ മെഷീനോ ഒന്നുമില്ലെങ്കിലും വിഷമിക്കേണ്ട. നമ്മുടെ വായ കൊണ്ട് തന്നെ നമുക്ക് പതുക്കെ ഇത് ചെയ്യാം. കുഞ്ഞിൻ്റെ ചെവിക്കടുത്ത് വായ അടുപ്പിച്ച് എന്ന് പതുക്കെ പറഞ്ഞു നോക്കൂ. കുഞ്ഞു കരയുന്നതിനേക്കാൾ അല്പം ഉച്ചത്തിൽ വേണം ഇത് തുടങ്ങാൻ. കുഞ്ഞ് ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ ശബ്ദം പതുക്കെ കുറച്ചുകൊണ്ടുവരിക. ഇത് കുഞ്ഞിനെ പെട്ടെന്ന് ശാന്തനാക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വൈറ്റ് നോയ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇതൊരു അത്ഭുത മരുന്നല്ല, പക്ഷെ ശരിയായി ഉപയോഗിച്ചാൽ അമ്മമാർക്കും കുഞ്ഞിനും സമാധാനമായി ഉറങ്ങാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ കുഞ്ഞിന് ഈ വിദ്യ ഫലിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു ഹെൽത്ത് ടോക്കുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. പഴയ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.